പരിശുദ്ധ അമ്മയ്ക്കും ദേവികുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ എൽവിസ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. 4 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരുപാട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഒന്നിനും ഫലം ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറിനെ കണ്ടിരുന്നെങ്കിൽ ഡോക്ടേഴ്സ് എന്നെ ഹസ്ബൻഡിനെയും ചെക്ക് ചെയ്തിരുന്നപ്പോഴും ടെസ്റ്റുകളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ചികിത്സയ്ക്കും വരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എന്നോട് കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ ഒരു ഉടമ്പടിയുണ്ട്, അപ്പോൾ നീ അത് എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ കൃപാസനത്തിൽ ഓൺലൈനായിട്ട് ഉടമ്പടിയുണ്ട്, അതുപോലെ ധ്യാനങ്ങളുണ്ട്, അത് കൂടാനൊക്കെ പറയുന്നത്. ആദ്യമൊന്നും ഞാൻ അതിനൊന്നും കൂടില്ലായിരുന്നു. ഞാൻ അമ്മ പറയുമ്പോൾ അത് കേൾക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിൽ കൂടുതൽ വിശ്വാസം തോന്നിയിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഒരു ദിവസം കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കൃപാസനത്തിൽ പോയി. അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിക്കണം, ഇവിടെ വന്ന് നീ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ നിനക്ക് എന്തായാലും കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഓഗസ്റ്റ് 21, 2023 ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ എല്ലാ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും എല്ലാം കൂടുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്തു പോയിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എനിക്കൊരു ഫലം ഉണ്ടായിരുന്നില്ല. 1 മാസം കഴിഞ്ഞിട്ടും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, എന്തോ എനിക്ക് മാത്രം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടൊരു മാറ്റം എനിക്ക് കണ്ടുവന്നിരുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വെറുതെ ചോദിച്ചു, നമുക്ക് ഡോക്ടറിനെ ഒന്ന് പോയി കണ്ടാലോ, നമുക്കൊരു വെറുതെ ഒന്ന് പ്രഗ്നൻസിക്ക് വേണ്ടി ടെസ്റ്റുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ സമയത്തും സമ്മതിക്കാത്ത ആൾ അന്ന് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് പോവാം, ആരോടും പറയണ്ട, നമുക്ക് ഡോക്ടറെ പോയി കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ വരികയും ഞങ്ങൾ ടെസ്റ്റുകൾ വെച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. 1 മാസത്തിന് ശേഷം ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം പ്രിൻ്റ് ചെയ്ത് അവിടെ ഖത്തറിൽ പള്ളികളിൽ ഞാൻ ലാമിനേറ്റ് ചെയ്താണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്. കുർബാനയ്ക്ക് ശേഷം മറ്റ് രാജ്യക്കാർക്ക് കൊടുത്തിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തിയായിട്ട് അമ്മയ്ക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്ത് രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിട്ടും എനിക്ക് പീരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഓക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം വെറുതെ ഒന്ന് വെച്ച് ഞാൻ ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഡോക്ടറിനെ വിളിച്ചു വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2-3 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അവിടെ ഒരു കസിൻ ആൻറ്റി എനിക്കൊരു വാട്സപ്പിൽ അച്ഛൻ്റെ ധ്യാനം അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആൻറ്റീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, ഞാൻ ഓൺലൈനൊക്കെ ഉടമ്പടി എടുത്ത ആളാണ്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൻറ്റീനെ വിളിച്ചപ്പോൾ മനസ്സിലായത് ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, എന്നെ വെച്ചൊന്ന് ഞാൻ വീട്ടിലേക്ക് വരാം, എന്നെ വെച്ചൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ആൻറ്റി വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് വാ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആൻറ്റിയുടെ അടുത്ത് പോയി. ഹസ്ബൻഡിൻ്റെ കൂടെ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആൻറ്റിയുടെ അടുത്ത്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചെന്നപ്പോൾ ആൾ എന്നെ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ അടിവയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് രാത്രി എനിക്കറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ എനിക്ക് അന്ന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും ഭയങ്കര വയറിലൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് വയറുവേദന എടുക്കും, മിക്കവാറും പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്, എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ നമുക്കെന്നാൽ ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ടെസ്റ്റ് കിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പോഴും ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിറ്റ് ഞാൻ എടുത്ത് കളയുകയും ചെയ്യാറ്. അന്ന് ഞാനത് കളഞ്ഞില്ല, അവിടെ വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കളയാൻ വേണ്ടി ടെസ്റ്റ് കിറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 2 ഡബിൾ ലൈൻ ഞാൻ കണ്ടു. അത് വളരെ ചെറിയ ഷെയ്ഡിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാളെ വാ ഹോസ്പിറ്റലിലേക്ക്, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി കൺഫേമായി കണ്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിത് കൺസീവ് ആയത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് പോയി.
അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ 3-ാം മാസത്തിൻ്റെ സ്കാനിങ്ങിൽ കുട്ടിക്ക് അബ്നോർമാലിറ്റിയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിൽ 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 ടെസ്റ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ 3-ാമത്തെ ടെസ്റ്റ് അതിൽ വീണ്ടും കോംപ്ലിക്കേഷൻ കാണിച്ചു, നെഗറ്റീവ് കാണിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ടെസ്റ്റിന് പോകണം, ഇതിൽ നെഗറ്റീവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അബോർഷനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളൊരു ഒപ്പീനിയൻ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഞാൻ തകർന്നുപോയി. കാരണം ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് ആ കുഞ്ഞിന് വയ്യായികയുള്ളൊരു കുഞ്ഞാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കറിയില്ല, ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കൃപാസനത്തിൽ വന്ന് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് വേണ്ടിയിട്ട്. അമ്മ ആദ്യത്തെ നിയോഗമായിട്ട് ഇതാ വെച്ചത്. അങ്ങനെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം വന്നപ്പോൾ എൻ്റെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം എനിക്കതിനകത്ത് യാതൊരു കുഴപ്പങ്ങളില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞു മുന്നോട്ട് പോക്കോ, ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ മുന്നോട്ട് പോക്കോ, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇവിടെ ഡെലിവറിയുടെ സമയത്തായപ്പോഴും എനിക്ക് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് നോർമൽ ഡെലിവറി തന്നെ ആവണം എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടും എനിക്ക് പെയിൻ വരുന്നില്ല. അവർ ഇൻഡ്യൂസ് ചെയ്തെങ്കിലും എനിക്ക് പെയിനൊന്നും വരാണ്ടായപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് വൈകുന്നേരമായിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ ഇത്രയും വേദന സഹിച്ച് ഇവിടെ കിടന്നു, എന്നിട്ട് എനിക്ക് നോർമൽ ഡെലിവറി ഇനിയും ഒരു ഓപ്പറേഷൻ, ഞാൻ എങ്ങനെ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് വന്ന് മാതാവിനോട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ 5 മണിക്കാണ് ഡോക്ടർ പറഞ്ഞു 5 മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുള്ളൂ, 5 മണി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ 4:40 എനിക്ക് നോർമലായിട്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. യാതൊരു കുഴപ്പമില്ലാത്ത, എല്ലാവർക്കും പേടിയായിരുന്നു. ഇങ്ങനെ 3-ാം മാസത്തിൽ ടെസ്റ്റ് കാണിച്ചപ്പോൾ എല്ലാവർക്കും വിഷമമായിരുന്നു, വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. കുഴപ്പത്തിന് കുട്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു. നമ്മൾ 3 ടെസ്റ്റ് അബ്നോർമാലിറ്റിയുടെ ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു. അപ്പോൾ അതിൽ കുട്ടിക്ക് കംപ്ലയിൻറ്റ്, കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ഡീറ്റെയിൽ ടെസ്റ്റിലും പോസിറ്റീവ് കാണിച്ചാൽ നിങ്ങൾ കുട്ടീനെ ഒന്നെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവാം, പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബോർഷൻ ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ഡിസിഷനാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, യാതൊരു കുറവുകളില്ലാത്ത ഒരു മിടുക്കനായ കുഞ്ഞിനെയാണ് മാതാവ് എനിക്ക് തന്നത്. എനിക്ക് ഒത്തിരി മാതാവിനോട് ഞാൻ പരിശുദ്ധ അമ്മേനോട് ഒരുപാട് നന്ദി പറയുന്നു ഈ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ജോലി 6 മാസമായിട്ട് ഞാൻ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഹസ്ബൻഡിൻ്റെ ജോലി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവരതിൽ ഉറപ്പ് പറഞ്ഞില്ല. അവർ പറഞ്ഞു നിങ്ങൾ നോക്കാം വരാം എന്ന് പറയുന്നല്ലാണ്ട് അവർ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഡെലിവറിയുടെ സമയമാവണു, ഹസ്ബൻഡിൻ്റെ ജോലിയില്ല, വിസയ്ക്ക് പ്രശ്നം വരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സമയത്തായിരുന്നു അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, 2ാമത്തെ നിയോഗമായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാർച്ച് 19 ജോലിക്ക് കയറാൻ സാധിക്കണേന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹപ്രകാരം മാർച്ച് 16 എൻ്റെ ഹസ്ബൻഡ് ജോയിൻ ചെയ്തു ജോലിക്ക്. ഒരു കുഴപ്പങ്ങളില്ലാതെ ഇപ്പം നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. കുഞ്ഞിന് യാതൊരു കുഴപ്പങ്ങളില്ല. ഞാൻ സാക്ഷ്യം പറയാൻ വൈകാൻ കാരണം ഞാൻ ഇപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ട് ഖത്തറിൽ നിന്ന് ഞാൻ വന്നത്. ഈ ഏപ്രിൽ 1-ാം തീയതിയാണ് വന്നത്. അപ്പോൾ അതാണ് സാക്ഷ്യം വരാൻ ലേറ്റായത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവർത്തികളായിട്ടും അമ്മയുടെ പൈസ കൊടുത്ത് രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനാണ് അമ്മയ്ക്ക് പൈസ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനമാണ് ഞാൻ പലപ്പോഴും ഓഫീസിലാണ് ഇരിക്കാറ്. പക്ഷേ ഈ ധ്യാനം നടക്കുമ്പോൾ എന്നാലും ഞാൻ ധ്യാനം എപ്പോഴും കേൾക്കുമായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നീടായാലും ധ്യാനം കേട്ടുകൊണ്ടിരുന്നു, സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് മിനിമോൾ ജോർജും ഇത് തന്നെയാണ് അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. തങ്ങൾക്ക് 4 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ ലഭിക്കുവാൻ തന്നെ, അതായത് കൺസീവ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുവാൻ ഹസ്ബൻഡ് തയ്യാറാകാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോലും തനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡിന് വരുന്ന മാറ്റം, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, യാതൊരു ബുദ്ധിമുട്ടുകളും 2 പേർക്കുമില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് അറിയുന്നു.
എന്നാൽ വീണ്ടും ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നതല്ലാതെ തങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ഉടമ്പടി എടുത്ത മറ്റൊരു മകള്, തൻ്റെ ബന്ധുവായ മകള് തനിക്ക് വേണ്ടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതും അതിനുശേഷം പോസിറ്റീവായിട്ട് റിസൾട്ട് വരുന്നതും. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ വീണ്ടും കുഞ്ഞിന് ബുദ്ധിമുട്ടുകളാണ് പറയുക. അതായത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്നും അബോർഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നു. തനിക്ക് കിട്ടിയ കുഞ്ഞ് നഷ്ടപ്പെടുമെന്നുള്ള ഒരവസ്ഥയിൽ പിന്നീട് ഈ മകള് ഏറ്റവും തീഷ്ണതയോടെ തൻ്റെ ഉടമ്പടി ആരാധന പ്രാർത്ഥനകൾ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം അവിടെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഫോട്ടോയുമൊക്കെ അത് താൻ മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പരിശ്രമിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഈ മകൾ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ തൻ്റെ മമ്മിയിലൂടെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ നോർമൽ ഡെലിവറിയിലൂടെ തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ, യാതൊരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യവും അതിനുശേഷം തൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മിയുടെ ഉടമ്പടിയിലൂടെ തൻ്റെ ഹസ്ബൻഡിന് 6 മാസമായിട്ട് ജോലി ഇല്ലാതിരുന്ന മകന് ജോലി ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ദൈവത്തെ പ്രകീർത്തിച്ച് ദൈവത്തെ പുകഴ്ത്തുമ്പോൾ ഇന്ന് തൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചൊരിഞ്ഞ, ഒരിക്കലും തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് തങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടുന്നതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അത് തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് കൃപയായി മാറിയത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.